എല്ലാവർക്കും കുക്ക് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് കേട്ടോ. ഇതിൽ മുട്ട വേണ്ട, ബീറ്റർ വേണ്ട, പിന്നെ ഓവനും വേണ്ട. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തൊടണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ റിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് ഫുൾ കവർ ചെയ്യുന്ന ഒരു ലിഡ് തന്നെ വേണം. കേക്കിൻ്റെ മോൾഡ് മാത്രം കവർ ചെയ്താൽ പോരാ, ഫുള്ള് ടൈറ്റായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ലിഡ് തന്നെ എടുക്കുക. ഇവിടെ സൈഡിലൊക്കെ ഇതുപോലെ തുറന്നൊന്നും ഇരിക്കാൻ പാടില്ല, ഫുൾ കവർ ചെയ്തിട്ട് തന്നെ ഇരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ഉൾഭാഗത്ത്, അതായത് നമ്മൾ മോൾഡിൽ കേക്ക് പൊന്തി വരുമ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒരിക്കലും, അല്ലെങ്കിൽ കേക്ക് പൊന്തി വന്ന മുകൾ ഭാഗം ഒരിക്കലും ഈ തട്ടിൻ്റെ ഉള്ളിൽ തട്ടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ മോൾഡ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രം. ഇത് അലുമിനിയം ആണ്. ഇത് സാധാരണ ഞാൻ ഓവനിൽ വെക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട്, അതായത് നമ്മുടെ ടിഫിൻ ബോക്സ് ഇല്ലേ, അതായാലും മതി. അപ്പോൾ ഇത് 6.5 ഇതിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കാം. ഇത് കൃത്യം 2 ഇഞ്ചാണ് ഹൈറ്റ് ഉള്ളത്. പാത്രത്തിൻ്റെ വട്ടം കൂടുന്തോറും ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, അതുപോലെ വട്ടം കുറഞ്ഞാലും ഹൈറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചു തന്നതാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇതുപോലെ എണ്ണയോ അല്ലെങ്കിൽ വെണ്ണയോ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്താലും മതി. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പാത്രം എടുത്തിട്ട് നന്നായി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും മൈദ എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ചുറ്റും ഇതുപോലെ തിരിച്ച് എല്ലായിടത്തും മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ഈ ടിന്നിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അധികം വരുന്ന മൈദയൊക്കെ നമുക്ക് തട്ടിയിട്ട് കളയണം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ടിന്ന് ഇതുപോലെ റെഡിയാക്കാം. പക്ഷെ ഞാനിവിടെ ബട്ടർ പേപ്പറിലാണ് ചെയ്യണത്. ഇനി നമുക്ക് ടിന്നിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ബട്ടർ പേപ്പർ മുറിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ പേനയോ പെൻസിലോ കൊണ്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൻ്റെ കോർണറിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യാറ്. ഈ പേനയോ മഷിയോ നമ്മൾ വരച്ച സൈഡ് കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ അത് കമത്തി വെക്കുകയാണ് ചെയ്യുക. ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കണം. അതിന് മുൻപ് കേക്ക് ടിന്ന് നന്നായി ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ താഴെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെയും കുറച്ച് വെണ്ണ പരട്ടി കൊടുക്കുകയാണ്. ഞാനിനി ഇതുപോലത്തെ ബട്ടർ പേപ്പറിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡ് മുറിയാതെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇങ്ങനെ ബട്ടർ പേപ്പർ ചുറ്റും വെക്കുമ്പോൾ എയർ ബബിൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇതുപോലെ ബ്രഷ് വെച്ചോ കൈ വെച്ചോ നന്നായി പ്രസ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ടിന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ ഫ്ലോർ എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഇനി നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതായത് ക്രിസ്റ്റൽ ഫോമിലുള്ള പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്ത് മാറ്റണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, കൊക്കോ പൗഡർ 2.5 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് പാല്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും. ഞാനെല്ലാം മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഇതുപോലത്തെ പാഴ്സൽ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചട്നി ഒക്കെ കിട്ടുന്ന ഒരു പാത്രമില്ലേ, ആ പാത്രം എൻ്റെ കയ്യിലുള്ള 1/2 കപ്പിൻ്റെ അതേ അളവ് തന്നെയാണ്. 1/4 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുക്കുക, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കുക,
2 പ്രാവശ്യം എടുത്താൽ 1 കപ്പിൻ്റെ അളവായി. അല്ലെങ്കിൽ ഇതുപോലത്തെ ടീസ്പൂൺ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ടിന്ന് നമ്മൾ മേടിക്കില്ലേ, പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇടാനായിട്ട്, അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സ്പൂണാണ്. ഇതുപോലത്തെ 10 ടീസ്പൂണാണ് 1/4 കപ്പ്. അപ്പോൾ 20 ടീസ്പൂൺ എടുത്താൽ 1/2 കപ്പ്, 40 സ്പൂൺ എടുത്താൽ 1 കപ്പ്. ഇത് ടേബിൾ സ്പൂണാണ്. ഞാൻ നേരത്തെ കാണിച്ച ചെറിയ ടീസ്പൂൺ 2 പ്രാവശ്യം എടുത്താൽ 1 ടേബിൾ സ്പൂണായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 10 വെള്ള ടീസ്പൂൺ എടുത്താൽ 1/4 കപ്പായി എന്നാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ്. അപ്പോൾ 10 ടേബിൾ സ്പൂൺ എടുത്താൽ 1/2 കപ്പ്, 20 ടേബിൾ സ്പൂൺ എടുത്താൽ 1 കപ്പ്. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഏകദേശം കപ്പ് ഇല്ല എങ്കിൽ ഏകദേശം ഈ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം സംശയമുള്ളവർക്ക്. ഞാനിത് പറഞ്ഞത് മെഷറിങ് എയ്ഡ്സ് ഒന്നും ഇല്ലാത്തവർക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ചൂട് വെള്ളം വേണം. അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടേ ഉള്ളൂ, അതിവിടെ കാണിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ചീനച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ കേക്ക് ബാറ്റർ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ നേരത്ത് മാത്രം ഇത് തുറക്കാൻ പാടുള്ളൂ. അതുവരെ നന്നായി അടച്ചിട്ട് മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യുക. റിങ് വെക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഉള്ളിൽ. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ അരിപ്പ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാരണ വലിയ അരിപ്പയായാലും മതി. അപ്പം ഞാൻ മൈദ ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ അളന്ന് വെച്ച മൈദ ചേർക്കുകയാണ്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് അരച്ചെടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വലിയൊരു പാത്രം എടുക്കാം, ഒരു വലിയ ബൗൾ എടുക്കാം. അതിലോട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലാണ് ആദ്യം ചേർക്കണത്. ഇനി നമുക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വാനില എസൻസ് ആണ്. വാനില എസൻസ് അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനൊരു 3/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ കട്ടി കുറവാണ്, അതായത് കുറച്ച് ഫ്ലോയി കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മൾ കോഫി കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൂസാവും, പക്ഷേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വരിക. ഞാനൊരു 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചൂട് കോഫി ഒഴിക്കുമ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും. നമുക്കൊരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുമ്പോൾ നമ്മുടെ വിനീഗറിൽ അസറ്റിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റ്, അതായത് നമ്മുടെ സോഡാ പൊടിയിലെ സോഡിയം ബൈകാർബണേറ്റ് കൂടി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യും. അങ്ങനെ അത് പെട്ടെന്ന് പൊന്താനുള്ള, മാവ് പൊന്തി വരാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാനാണ്. ഇനി നമുക്കിത്
കുക്ക് ചെയ്യാം. നമ്മൾ മീഡിയം ഹീറ്റിലാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ സിമ്മിലേക്ക് ആക്കുകയാണ്. എന്നതിന് ശേഷം ഇത് നന്നായി അടച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. കാരണം പൊന്തി വരുന്ന മാവ് പെട്ടെന്ന് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ താഴത്തേക്ക് പോകും. അപ്പോൾ നടുഭാഗത്ത് കുഴിയായിട്ട് വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അരമണിക്കൂർ, അതായത് 30 മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പോൾ കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഉള്ളിലെങ്ങാനും വേവാതെ കിടക്കുന്നുണ്ടോ നമുക്കൊന്നുകൂടിയും ചെക്ക് ചെയ്യണം, അടിയിലെങ്ങാനും. അപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കണേ. ചെറിയ ഗ്രെയിൻസ് മാത്രമേ ഉള്ളൂ, അത് ഡ്രൈ ഗ്രെയിൻസ് ആണ് വരുന്നതുകൊണ്ട് പേടിക്കാനില്ല. അഥവാ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോൾ വേവാത്ത ബാറ്റർ വരുന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടി ഒന്നുകൂടി കുക്ക് ചെയ്യാം. ടൂത്ത് പിക്ക് ഇല്ലാത്തവർ പപ്പടക്കോല് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് ടിന്നും അതുപോലെ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയുടെ വലുപ്പം അനുസരിച്ചിരിക്കും നമ്മുടെ കുക്കിംഗ് ടൈം. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് 30 മിനിറ്റാണ് എടുത്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 35 ആവാം, 40 ആവാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കേക്ക് കണ്ടല്ലോ, നല്ല ഡാർക്ക് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ തന്നെ കഴിക്കാം. സൈഡിൽ നിന്ന് കണ്ടോ നല്ല സോഫ്റ്റാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ചുറ്റും ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ അവിടെ ഒന്നും മുരിയാതെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിതുപോലെ പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ പോവാണ്. ക്രീം ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിന് പകരം, അതിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ മാർഗ്ഗം ഉണ്ടാവില്ല, അതുകൊണ്ട് വേറൊരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ചോക്കോ സ്പ്രെഡ് ആയാലും മതി, അങ്ങനെ ചോക്ലേറ്റ് സ്പ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഞാൻ കേക്ക് 2 ലെയറായിട്ട് മുറിക്കുകയാണ്. ഇതുപോലെ മുറിക്കണം എന്നില്ല. കേക്കിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുത്താലും മതി, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ പറ്റുന്നവർ ഇതുപോലെ ലെയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കേക്കിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഉള്ളിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ. നമ്മുടെ ഗനാഷ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ലെയറിൽ നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. കാരണം നമ്മുടെ കേക്ക് പെട്ടെന്ന് ഡ്രൈ ആവണ കേക്കല്ല. കാരണം നമ്മുടെ ബാറ്ററിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് നല്ല മോയ്സ്റ്റായിട്ട് തന്നെയാണ് ഈ കേക്ക് ഇരിക്കുക. ഈ കേക്ക് ബോർഡൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച ബോർഡുകളാണ്. പുതിയതൊന്നും എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല, ലോക്ക്ഡൗൺ അല്ലേ. ബോർഡൊക്കെ ശരിക്കും മേടിച്ച് വേഗം വേഗം യൂസ് ചെയ്യണം. ഒരുപാട് കാലം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം കേടുവരും. ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓർഡേഴ്സൊന്നുമില്ല. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്രൊഫഷണൽ രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. സാധാ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് കാണിച്ചു തരികയാണ്. ദോശ ഇങ്ങനെ പരത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗനാഷ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചോക്കോ സ്പ്രെഡോ അല്ലെങ്കിൽ ന്യൂട്ടെല്ലയോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ നമ്മുടെ 2ാമത്തെ ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടും കുറച്ച് നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗനാഷ് ഒഴിക്കാം. പക്ഷേ ഗനാഷ് നമ്മുടെ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ടുണ്ട്. കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടാക്കി ഒന്ന് മെൽട്ടാക്കിയത്. മൈക്രോവേവ് ഇല്ലാത്തവർ കുറച്ച് നേരം നല്ല ചൂട് വെള്ളത്തിലേക്ക് ആ പാത്രം ഇറക്കി വെച്ചാൽ മതി. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഈ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം കേട്ടോ. അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാലിൻ്റെ പാട കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഉപയോഗിക്കാം. വിപ്പിംഗ് ക്രീമിനോ ഫ്രഷ് ക്രീമിനോ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം.
സാധാരണ ഇത് സ്പാച്ചുല വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ സ്പാച്ചുല ഇല്ലാത്തവർ ചട്ടുകം വെച്ച് ചെയ്യാം. ചട്ടുകത്തിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പിടി ഫ്ലാറ്റ് ആണെങ്കിൽ ആ ഭാഗം വെച്ചിട്ടും നമുക്ക് പരത്തി കൊടുത്താൽ നല്ല ലെവലായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം മിക്ക വീടുകളിലും ബേക്കിംഗ് എയ്ഡ്സ് ഒന്നും ഉണ്ടാവില്ല, അത് നമുക്കറിയാം. കാരണം സ്പാച്ചുലയൊക്കെ മേടിച്ച് വെക്കണമെങ്കിൽ സ്ഥിരമായി ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവണം. അപ്പോൾ സ്ഥിരമായി ബേക്കിംഗ് ചെയ്യാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് പേര് എന്നോട് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ് കേക്കിൻ്റെ വീഡിയോ ഇടൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ഇടാമെന്ന്. അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഈ ബേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെഷർമെൻറ്റ് കൃത്യമാവണമെങ്കിൽ നമ്മുടെ കേക്ക് സ്പോഞ്ച് നന്നായിരിക്കും. പക്ഷേ അതിനുള്ള മെഷർമെൻറ്റ് എയ്ഡ്സ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ആ ടീസ്പൂണിൻ്റെയും ടേബിൾ സ്പൂണിൻ്റെയും പിന്നെ ആ ഒരു കപ്പൊക്കെ കാണിച്ച് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ മെഷർമെൻറ്റ് കപ്സ് സംഘടിപ്പിച്ച് നമ്മൾ ചെയ്യുവാണ് ഏറ്റവും നല്ലത്. പറ്റുവാണെങ്കിൽ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഒരു സെറ്റ് മേടിക്കുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് കവർ ചെയ്തു, ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറി വെച്ച് കൊടുക്കാം. ചെറി 1, 3, 5 അങ്ങനെ ഒരു ഓഡ് നമ്പേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം നടുവിലായിട്ട്. നല്ല ഭംഗിയാണ് ബ്ലാക്കിൽ റെഡ് വരുമ്പോൾ. ഞാനൊരു 5 ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വേണമെങ്കിൽ ചുറ്റിലും ചെറി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇനി വേറൊരു ഡെക്കറേഷൻ ഇതിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ചുറ്റും ഒരേപോലെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇനി വേണ്ടത് കുറച്ച് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് പതുക്കെ ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് തട്ടി കൊടുക്കുക. കൊക്കോ പൗഡറിന് പകരം പഞ്ചസാര പൊടിച്ചതും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി വരണം, എന്നാൽ മാത്രമേ ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ലെയർ നല്ല തിക്കായിട്ട് വരുള്ളൂ. ഇനി ആ ചുറ്റും കേക്ക് ബോർഡ് ഫുള്ളും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ പ്ലേറ്റ് എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഈ കൊക്കോ പൗഡർ സെൻറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ലാസ്റ്റ് നമ്മുടെ പ്ലേറ്റ് എടുക്കാം. വേണമെങ്കിൽ ചെറിയ ചെറിയ ബട്ടർ പേപ്പറിൻ്റെ പീസോ ന്യൂസ് പേപ്പറിൻ്റെ പീസോ ഇതുപോലെ കേക്ക് ബോർഡിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊക്കോ പൗഡർ ഇടുമ്പോൾ അവിടെ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഞാൻ ഈ പ്ലേറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ആ സർക്കിൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്യാതെ, ഓവനില്ലാതെ, മുട്ടയില്ലാതെ, ബീറ്റർ ഇല്ലാതെ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.